നമസ്കാരം കൂട്ടുകാരെ. ഇന്ന് നമുക്ക് ഒരു കടുകുമാങ്ങ ചെയ്യാം. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നല്ല പുളിയുള്ള മാങ്ങയാണ്. ഓക്കെ, നല്ല പുളി എന്ന് പറഞ്ഞാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്. ഓക്കെ, ഇതിൻ്റെ മാങ്ങയുടെ പേരൊന്നും എനിക്കറിയില്ല. ഇത് ഈ നോർത്ത് ഇന്ത്യയിലൊക്കെ കിട്ടുന്ന ഒരു മാങ്ങയാണ്. അച്ചാറിന് വേണ്ടിയിട്ടുള്ള, എസ്പെഷ്യലി ഇത് അച്ചാറിന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ. ഭയങ്കര പുളിയാണ്, നല്ല പുളിയാണ്, നല്ല പുളിയാണ്, നല്ല ഉള്ളുള്ളൊരു മാങ്ങയാണ് കേട്ടോ. നല്ല പുള്ളുള്ള നല്ല മാങ്ങയാണ്. നിങ്ങൾ കണ്ടില്ലേ, ഞാൻ കട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും പെട്ടെന്ന്. ഈ മാങ്ങ തന്നെ ഇപ്പം നോർത്തിലൊക്കെ ഉള്ള ആൾക്കാരാണെങ്കിൽ ഇത് തന്നെ ചെയ്യണം. ഇത് അച്ചാർ മാങ്ങ തന്നെ മേടിച്ചിട്ട് നമ്മൾ ചെയ്യണം. ഓക്കെ, അച്ചാർ എന്ന് പറയുമ്പം അതിൻ്റെ രുചിയെക്കുറിച്ച് പറയേണ്ട കാര്യമില്ല. ഇതിന് പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല സുഹൃത്തുക്കളെ. വളരെ കുറച്ച് ചേരുവകൾ മാത്രം ഉള്ള ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. നമുക്കിത് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. ഓക്കെ, നല്ലതായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്യാം. നമ്മൾ ഒട്ടുമുക്കാലും ആൾക്കാർ അച്ചാർ എങ്ങനെ ഇടണം, ഏത് രീതിയിൽ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ടെൻഷനാണ്. അതിന് രുചി വരുമോ? വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ് മാങ്ങ അച്ചാർ. എങ്ങനെ ഇട്ടാലും ഒന്ന് നമുക്കത് ചെയ്യാൻ പറ്റും. വളരെ കുറച്ച് സാധനങ്ങൾ പോരെ നമുക്കിതിനകത്ത് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ ഉള്ള ഒന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൽ പറഞ്ഞിരിക്കുന്ന നമ്മളെല്ലാ സാധനങ്ങളും ചേർത്ത് കഴിയുമ്പോൾ അതിൻ്റെ ആ രുചി നല്ല രുചിയാണ്. ആ രുചി കിട്ടുക എന്ന് പറഞ്ഞാൽ ആര് വിചാരിച്ചാലും നടക്കുന്നൊരു കാര്യമാണ്. ഞാൻ പറയാം, നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റാണ്. കടുക് മാങ്ങ എന്ന് പറയുമ്പോൾ കടുകാണ് ഇതിനകത്ത് കൂടുതലായിട്ട് വേണ്ടത്. ഈ കടുക് നമ്മൾ നല്ലതായിട്ട് ഉപയോഗിച്ച് കഴിയുമ്പോഴും അതിൻ്റെ ആ ടേസ്റ്റ് കിട്ടിക്കഴിയുമ്പോൾ ഉണ്ടോ ഭയങ്കരമാണ്. നമ്മൾ കഞ്ഞിയുടെ കൂടെയും ഈവൻ നമ്മൾ ഏതിനകത്താണെങ്കിലും അച്ചാർ, എന്നെ സംബന്ധിച്ചോളം ഞാൻ ഇപ്പം പൊതുവെ അച്ചാർ എന്നും എവറി ഡേ യൂസ് ചെയ്യുന്ന ഒരാളാണ്. അച്ചാറുകളുടെ ഒരു ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരൊറ്റ കാര്യമുള്ളൂ. ഇത് നമ്മൾ കണ്ടമാനം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ഉപയോഗിക്കാൻ പാടില്ല. ഒന്നാമത്തെ കാര്യം, നമുക്ക് ഹെൽത്തിന് ഭയങ്കര സ്പൈസിയാണ് ഈ സാധനം. പിന്നെ ഈ സാധനം നമ്മൾ കണ്ടമാനം നമുക്ക് വയറിന്. അപ്പോൾ ഇത് വളരെ കുറവായിട്ടൊരു തൊടുകറിയായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ അച്ചാർ എന്നും ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് അച്ചാറില്ലാതെ പറ്റില്ല. അപ്പോൾ എന്നെ സംബന്ധിച്ചോളം ഞാൻ അച്ചാറിൻ്റെ ഒരു ബിഗ് ഫാനാണ്. എൻ്റെ സുഹൃത്തുക്കളെല്ലാവരും ഇങ്ങനെയാണ്. വളരെ കുറച്ച് സാധനം. ഇപ്പം നമുക്ക് കുറച്ച് ഇഞ്ചി എടുക്കാം. അത് നമുക്ക് എടുത്തിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം നമുക്ക്. ഓക്കെ, അച്ചാറിനുള്ള മാങ്ങ എല്ലാം ഞാൻ നല്ലതായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തു. ഇനി നമുക്ക് ഇഞ്ചി എടുക്കാം. ഓക്കെ, ഇഞ്ചി നമുക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, അപ്പോൾ കുറച്ച് ഇഞ്ചി എടുക്കുമ്പോൾ അതായത് ഈ ടേസ്റ്റുകൾ അതൊരു പ്രത്യേക തരത്തിൽ നമുക്ക് വളരെ രുചികരമായിട്ട്, നമുക്ക് വളരെ ടേസ്റ്റായിട്ട്, നമുക്ക് ഭയങ്കരമായിട്ട് തോന്നും ഈ സാധനങ്ങളൊക്കെ കിട്ടുമ്പോൾ. അതായത് നമ്മൾ മാങ്ങ കടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ചാറിനകത്ത് നമുക്കൊരു ഇഞ്ചി കിട്ടുമ്പോൾ, അതല്ലെങ്കിൽ ഒരു പച്ചമുളക് കിട്ടുമ്പോൾ ഒരു പ്രത്യേകമായിട്ടുള്ളൊരു ആനന്ദം നമ്മുടെ മനസ്സിൽ, നമുക്ക് നമ്മുടെ നാവിന് കിട്ടുന്ന രുചി പ്രത്യേകമാണ്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. കുറച്ച് പച്ചമുളക് ഇതുപോലെ ചോപ്പ് ചെയ്യണം. നല്ല എരിവുള്ള മുളകാണ് കേട്ടോ, ചെറുതാന്ന് വിചാരിക്കണ്ട. ഓക്കെ, ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ്. ഓക്കെ, ഉറപ്പായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നോക്കിക്കേ, വളരെ കുറച്ച് സാധനം, മാങ്ങ, ഒരു ഇഞ്ചി, ഒരു ചെറിയ കഷ്ണം, പച്ചമുളക്, വെളുത്തുള്ളി, ഇത്രയും സാധനം മതി ഇതിനകത്ത് ആഡ് ചെയ്യാനുള്ള മെയിനായിട്ടുള്ള സാധനങ്ങൾ. പിന്നെയുള്ള സ്പൈസസ് ആണ് നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ. കുറച്ച് മുളക് പൊടിയും, കുറച്ച് നമ്മളുടെ കായപ്പൊടിയും, ഉലുവാപ്പൊടിയും, ഉപ്പും. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് നമ്മൾ മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. വേറെ ഇതിനകത്ത് ഇപ്പം നമുക്ക് വേണമെങ്കിൽ കുറച്ച് ഒരു 2 സ്പൂൺ നമുക്ക് കുറച്ച് എന്താ പറയുക, നമ്മുടെ വിനാഗിരി ഒഴിക്കുകയാണെങ്കിൽ അതിപ്പോൾ നമുക്ക് നല്ലതായിട്ട് കിട്ടും.
അപ്പോൾ നമുക്ക് ചെറുതായിട്ട്, ഞാനിപ്പോൾ ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്കിത് ചെറുതായിട്ട് നമ്മളുടെ വെളുത്തുള്ളി ചോപ്പ് ചെയ്യണം. വെളുത്തുള്ളിയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും അത് നമുക്ക് ആഡ് ചെയ്യാം. അപ്പോൾ അതിനൊരു പ്രത്യേക രുചി അതിനകത്ത് കിട്ടും. ഓക്കെ, അപ്പം നിങ്ങൾ ഉറപ്പായിട്ടും ഇത് ട്രൈ ചെയ്യണം. പിന്നെ വേറൊരു കാര്യം ഞാൻ മറന്നുപോയി പെട്ടെന്ന് പറയേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഉറപ്പായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ എപ്പോൾ വേണമെങ്കിലും നിങ്ങൾ എനിക്ക് മെസ്സേജ് ഇടുക. യു ക്യാൻ സെൻഡ് മീ എനി ടൈം മെസ്സേജ് ഫോർ മീ. സോ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ്. ബിക്കോസ് ഇതിനകത്ത് എന്തെങ്കിലും നമ്മളെ കുറവുകൾ ഇപ്പോൾ ഞാൻ ബേസിക്കലി ഞാനൊരു ഷെഫ് ഒന്നും അല്ല. ദിസ് ഈസ് മൈ പാഷനാണ്. അതൊരു കുക്ക് ചെയ്യുക എന്നുള്ളത് എനിക്ക് ഭയങ്കര പാഷനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചെയ്യുന്നു. ഈ സാധനങ്ങൾ, അതായത് ഇപ്പോൾ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. നമുക്കിപ്പോൾ കുറച്ച് പിന്നെ ഇതിനകത്ത് നമുക്ക് നല്ലെണ്ണയാണ് നമുക്ക് ഏറ്റവും കൂടുതൽ അച്ചാറിന് ഉപയോഗിക്കുന്നത്. പെട്ടെന്ന് കേടാകില്ല എന്നൊക്കെയാണ് ഇതിനകത്ത് പറയുന്നത്. നമ്മൾ പെട്ടെന്ന് ഇപ്പോൾ മാങ്ങാച്ചാർ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വർഷങ്ങളിരിക്കുന്നത്, ഞാൻ ക്വാണ്ടിറ്റി വളരെ കുറച്ചാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു പ്രോബ്ലം വരുന്നേ ഇല്ല. ഓക്കെ, വളരെ കുറച്ച് പച്ചമുളകും വെളുത്തുള്ളിയും ഇഞ്ചിയും ഞാൻ നിങ്ങളെ ഒന്ന് പരിചയപ്പെടുത്തുന്നത് മാത്രമേ ഉള്ളൂ. ഇതെല്ലാം സാധനങ്ങൾ, കരിയാപ്പിലയും കടുകും കായപ്പൊടിയും മുളക് പൊടിയും നമ്മുടെ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഉലുവപ്പൊടിയും, ഇത്രയേ ഉള്ളൂ സാധനം. ഇതെല്ലാം നമ്മുടെ വീടുകളിലെല്ലാം ഉണ്ട്. ഓക്കെ, വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു സാധനമാണ്. വളരെ സിമ്പിളായിട്ട് നിങ്ങൾ എൻ്റെ സുഹൃത്തുക്കൾ നിങ്ങൾ എത്രയും പെട്ടെന്ന് നമുക്ക് കടുക് മാങ്ങ എന്നാണല്ലോ പറയുന്നത്. അപ്പോൾ കടുക് ഇത്രയും അത്യാവശ്യം നല്ല ക്വാണ്ടിറ്റിയിൽ എടുത്തിട്ട് നമുക്കതൊന്ന് പൊട്ടിക്കാം. ഓക്കെ സുഹൃത്തുക്കളെ, അപ്പോൾ അത് കഴിഞ്ഞ് നമുക്ക് കരിയാപ്പില ഇടാം. ഞാൻ പറഞ്ഞിട്ടുണ്ട് കറി ലീഫിൻ്റെ ബിഗ് ഫാനാണ് ഞാൻ. അതിനകത്ത് നമുക്ക് എന്താ ഇടേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും നമുക്ക് ആഡ് ചെയ്യാൻ പറ്റും. വെളുത്തുള്ളി ആണെങ്കിലും ഇഞ്ചി ആണെങ്കിലും പച്ചമുളകാണെങ്കിലും. എന്നിട്ട് നമുക്കത് നല്ലതായിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഓക്കെ, അതൊന്ന് നമുക്ക് റോസ്റ്റ് ചെയ്തെടുക്കാം. ഒരു ബ്രൗൺ കളർ ആകുമ്പോഴത്തേന് നമുക്ക് നമ്മളുടെ ഇത് റെഡിയാക്കും. പെട്ടെന്ന് റെഡിയാക്കാം. നല്ലതായിട്ട് എണ്ണയൊക്കെ ചൂടായിട്ട് നല്ല റെഡിയായിട്ട് നിൽക്കുകയാണ്. കണ്ടില്ലേ നിങ്ങൾ? വാ നല്ലതായിട്ട് ചൂടായിട്ടുണ്ട്. ഓക്കെ, അച്ചാറിൻ്റെ കാര്യം പറയുമ്പോൾ തന്നെ, മാങ്ങ അച്ചാറിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മുടെ വായിൽ വെള്ളം ഊറും. അതൊരു ഭയങ്കര സംഭവമാണ്. ഒരു കുറച്ച് ചോറിൻ്റെ കൂടെ നമ്മളിത് കഴിക്കുമ്പോൾ തൊട്ട് കഴിക്കും. ഞാനൊരു വിനാഗിരിയുടെ കാര്യം പറഞ്ഞു, അത് ഞാൻ നിങ്ങളെ പറഞ്ഞില്ല, അതും കൂടെ ഞാൻ ഒന്ന് കാണിച്ചു തന്നത്. നമ്മൾ കുറച്ച് വിനാഗിരിയും കൂടെ നമ്മളതിനകത്ത് വെച്ചിട്ടുണ്ട്. നമ്മൾ ഒരിക്കലും കുറേ ക്വാണ്ടിറ്റിയിലൊന്നും എടുക്കരുത്, വളരെ കുറച്ച് എടുക്കുക. എന്ന് വെച്ചാൽ നല്ല പുളിയുള്ള മാങ്ങയാണ്. എപ്പോഴും നമ്മൾ അച്ചാറുകൾക്ക് നമ്മൾ തിരഞ്ഞെടുക്കുമ്പം നമ്മൾ നല്ല പുളിയുള്ള മാങ്ങ എടുക്കണം. അതിനകത്ത് മധുരമൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ അച്ചാറിൻ്റെ ടേസ്റ്റിനെ ടോട്ടലി അത് നമുക്ക് ഇല്ലാണ്ടായി പോകും. അതുകൊണ്ട് നിങ്ങൾ ഉറപ്പായിട്ടും ഒന്ന് ശ്രദ്ധിക്കേണ്ടത് നമുക്ക് നല്ല പുളിയുള്ള മാങ്ങ ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, സോ നോക്കിക്കേ, നല്ലതായിട്ട് ഫ്രൈ ആയിട്ട് വരുന്നുണ്ടോ? അതിൻ്റെ വെള്ളമൊക്കെ പറ്റി, അതായത് നല്ലതായിട്ട് വെളുത്തുള്ളിയൊക്കെ കണ്ടില്ല, ബ്രൗൺ കളറായിട്ട് വരുന്നത് കണ്ടോ? വാ നോക്കൂ, നോക്കിയേ, ഇത് നിങ്ങൾ കാണുന്നില്ലേ? ഇതാണ് ഇതിൻ്റെ ഒരു സാധനം. ഇനി നമുക്ക് സ്പൈസസ് എല്ലാം നമുക്ക് ആഡ് ചെയ്യാം. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനമാണ്. നോട്ട് വെയിറ്റ്, ബിക്കോസ് ഇതെല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റും. ഒന്ന് നോക്കിയാൽ നല്ലതായിട്ട് അത് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്. നമുക്ക് കുറച്ച് മുളക് പൊടി ഇടാം. ഓക്കെ, എരിവിനാവശ്യമായ രീതിയിൽ നിങ്ങൾക്ക് എത്രയാണെന്ന് വെച്ചാൽ ആ ക്വാണ്ടിറ്റിയിൽ നമ്മളുടെ മാങ്ങയുടെ ക്വാണ്ടിറ്റിയൊക്കെ നോക്കിയിട്ടാണ് ഇടേണ്ടത്. അതിന് കുറച്ച് ഉപ്പും കൂടെ നമുക്ക് ആഡ് ചെയ്യാം. ഓക്കെ, പിന്നെ നമുക്ക് കായപ്പൊടി ഇടുന്നു, ഉലുവാപ്പൊടി ഇടുന്നു. ഇപ്പം ഞാൻ ഉലുവാപ്പൊടിയാണ് ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കായപ്പൊടി ഇടാം. ഓക്കെ, അത് കഴിഞ്ഞ് നോക്കിക്കേ, എന്തൊരു രസകരമായിട്ട് നമ്മളുടെ നോക്കിക്കേ, അത് റോസ്റ്റായി നല്ലതായിട്ട് ആയിട്ടുണ്ട് കേട്ടോ. നിങ്ങൾ നോക്കിക്കേ, നല്ലതായിട്ട് വന്നിട്ടുണ്ട്. നല്ലതായിട്ട് പച്ചമുളക് കൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ നമ്മൾ ഈ സമയത്ത് നമ്മൾ ഗ്യാസ് കുറച്ച് വെക്കണം, അല്ലെങ്കിൽ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ടാകും. പിന്നെ വേറൊരു കാര്യം, നല്ല കട്ടിയുള്ള കനമുള്ള അടി, അതായത് നമ്മുടെ കടായി എന്താ പറയുക, ചീൻചട്ടിക്ക് ഇതുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അപ്പം അതങ്ങനത്തെ ഒരു പ്രശ്നം വരുന്നില്ല. നിങ്ങൾ അതൊന്ന് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം. അത് ഈവൻ ഏത് കറികളാണെങ്കിലും എന്താണെങ്കിലും, അച്ചാറല്ല, നമ്മൾ എന്താണെങ്കിലും കരിയാൻ പാടില്ല. നിങ്ങൾ നോക്കിയാൽ നല്ലതായിട്ട് വന്നിരിക്കുന്നു, നല്ല കളർ വന്നു, മണം വന്നു. ഇതാണ് നമ്മളുടെ കടുകുമാങ്ങ.
വളരെ നല്ല രീതി നല്ലതായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട്. നോക്കാം, നിങ്ങൾ നോക്കിയേ, നല്ലതായിട്ടെല്ലാം ഇത് ചെയ്തിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞ നമ്മളുടെ വിനാഗിരി, ഒരിക്കലും നമ്മൾ വിനാഗിരി കണ്ടമാനം ക്വാണ്ടിറ്റിയിൽ നമ്മൾ ചെയ്യാൻ പാടില്ല. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങളിത് ട്രൈ ചെയ്യണം. നിങ്ങൾ ഉറപ്പായിട്ട് ചെയ്യണം. എത്ര അറിയാത്ത ആൾക്കാരാണെങ്കിൽ ഞാൻ ഈ വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നിങ്ങളൊന്ന് ചെയ്ത് നോക്കൂ സുഹൃത്തുക്കളെ. ഡെഫിനറ്റ്ലി ആർക്കും ചെയ്യാൻ പറ്റുന്നതാണ് ഈ അച്ചാർ. നോക്ക്, മനോഹരമായിട്ടുള്ള നമ്മുടെ കടുകുമാങ്ങ അച്ചാർ റെഡി ആയിട്ടുണ്ട്. മറക്കരുത്, പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ ചാനൽ. താങ്ക് യു വെരി മച്ച്.